എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം പൂർവാർത്ഥം അധ്യായം 29 ശ്ലോകം 42, 43, 44 മൂന്ന് ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ഗോപികളുടെ ഹൃദയം അവരുടെ ഭഗവാൻ ഇങ്ങനെയൊക്കെ നിഷേധമായിട്ട് പറഞ്ഞപ്പോ ആ ഗോപികളുടെ ഉണ്ടായ ആ സന്താപം അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടാണ് ഭഗവാൻ ഇതൊക്കെ പറഞ്ഞത്. എങ്കിലും ആ ഭക്തകളായ അവരുടെ ആ സ്നേഹ പരിഭവമായിട്ടുള്ള വാക്കുകൾ കേൾക്കാനായിട്ടാ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. അത് അവരുടെ അനുരാഗത്തെ കൂടുതൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അതിനു വേണ്ടിയിട്ട് തന്നെയാ ഭഗവാന്റെ ഓരോ സൂത്രങ്ങള്. പൂർണ്ണ കാമനായിരിക്കുന്ന ഭഗവാന് ഭക്തന്മാര് പറയുന്ന ആ പരിഭവ വാക്കുകൾ കൂടി അത് വളരെ പ്രീതി ഉണ്ടാക്കണം. അവർക്ക് വലിയ സന്തോഷമായി ഗോപസ്ത്രീകൾ ഇങ്ങനെ പറഞ്ഞപ്പോ. അപ്പൊ അവരുടെ ആ ദുഃഖങ്ങളൊക്കെ തീർത്ത് അവരുടെ ഉല്ലാസം വർദ്ധിപ്പിക്കാൻ വേണ്ടി മന്ദഹാസം ചെയ്ത് അവരെ ആനന്ദത്തിന്റെ പരിപൂർണതയിലേക്ക് അവരെ എത്തിക്കുകയാണ് ചെയ്യണത്. ബ്രഹ്മാനന്ദം തന്നെ അവർക്ക് നൽകണു ഭഗവാൻ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീശുക ഉവാച ഇതി വിക്ലവിദം താസാം ശ്രുത്വാ യോഗേശ്വരേശ്വര പ്രഹസ്യത സദയം ഗോപി ആത്മാരാമോപ്യരീരമൽ. അവരുടെ വാക്കുകൾക്ക് കേട്ടപ്പോ ഭഗവാന് കൂടുതൽ കരുണ തോന്നി അവരോട്. ഒരു മന്ദഹാസം അവരോട് ചെയ്തു അവരുടെ മുഖത്ത്. അപ്പൊ തന്നെ അവർക്ക് കുറെ സമാധാനമായി ഭഗവാന്റെ സുന്ദര മന്ദഹാസം കണ്ടു. അങ്ങനെ തന്റെ ശക്തി കൊണ്ട് അവരെ ആനന്ദിപ്പിക്കാനുള്ള ഉതകുന്ന എല്ലാ സാമഗ്രികളും അങ്ങോട്ട് സൃഷ്ടിച്ചു. അങ്ങനെ ഗോപികളെ രമിപ്പിക്കാനായിട്ട് ഒരുങ്ങി അവരോട് ക്രീഡിച്ചു. അപ്പൊ എങ്ങനെയാ ഓരോ ഗോപിക്കും ഓരോ കൃഷ്ണൻ, അങ്ങനെയാണ് ഭഗവാൻ അവരെ രമിപ്പിച്ചത് എന്ന് പറഞ്ഞു. ഇത്രയധികം ഗോപസ്ത്രീകളെ ഒരേ സമയത്ത് എങ്ങനെയാ ഭഗവാൻ രമിപ്പിച്ചത് എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനാണ് ആ യോഗേശ്വരേശ്വര എന്ന വിശേഷണം ഇവിടെ കൊടുത്തിരിക്കുന്നത്. യോഗസിദ്ധിയുള്ള മഹാത്മാക്കള് തന്റെ വീര്യത്തെ ബന്ധിച്ച ശേഷം എത്ര സ്ത്രീകളോടുകൂടി രമിക്കാൻ അവർക്ക് സാധിക്കും. ഒരേ സമയത്ത് പല രൂപങ്ങളില് വിഹരിക്കാൻ അവർക്ക് സാധിക്കും. എന്ത് രൂപം വേണമെങ്കിൽ അവർക്ക് എടുക്കാൻ സാധിക്കും. ദേവന്മാരൊക്കെ അങ്ങനെയല്ലേ. അങ്ങനെ അനേകം പേരോട് ഇപ്പൊ ഇവിടെ കാണും, അത് കഴിഞ്ഞത് വേറെ സ്ഥലത്ത് കാണും. അങ്ങനെയൊക്കെയാണ് യോഗേശ്വരന്മാര്. ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് പല സ്ഥലത്തായിട്ടും അവർക്ക് സഞ്ചരിക്കാൻ സാധിക്കും. ഒരേ സ്ഥലത്ത് തന്നെ പല രൂപത്തിലും പറ്റും. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ യോഗേശ്വരേശ്വരന്മാരുടെയും ഈശ്വരനായിരിക്കുന്ന ഭഗവാന് ഇതൊക്കെ വല്ല വിഷമമുണ്ടോ? അതിലെന്തൊക്കെ ഇത്ര ആശ്ചര്യം. ഭഗവാനാണെങ്കിൽ രതിയാശയൊന്നും ഇല്ല എന്ന് പറയേണ്ട. ആത്മാരാമനാണ് ഭഗവാൻ. ആത്മാരാമനാണ്. വേറൊരാളൊന്നും വേണ്ട രമിക്കാൻ. കാമം കൊണ്ടല്ല, ദയ കൊണ്ട് മാത്രമാണ് ഭഗവാൻ ആ ഗോപികളെ രമിപ്പിച്ചത്. ഇത്രയും ാണ് അവര് എല്ലാം എന്നിൽ സമർപ്പിച്ചിരിക്കുന്ന അവരെ ഞാൻ രമിപ്പിക്കും എന്നാണ് ഭഗവാന്റെ. അതാണ് അസദയം എന്ന് പ്രത്യേകം പറയണത്. പ്രഹസ്യ സദയം ഗോപി ആത്മാരാമോപ്യരീരമൻ. ആത്മാരാമനായ ഭഗവാൻ അവരോട് ദയ തോന്നി അവരെ പോലെ രമിപ്പിച്ചു. ശ്രുതിയിൽ അത് പറഞ്ഞിട്ടുണ്ട്. ഭഗവാൻ തന്റെ മഹിമ കൊണ്ട് ബഹുരൂപങ്ങൾ ബഹുരൂപങ്ങൾ എടുക്കാനുള്ള ശക്തി ഭഗവാനുണ്ട്. സകല ചരാചരങ്ങളിലും അന്തരാത്മാവായിരിക്കുന്ന ഭഗവാൻ ഗോപികളുടെ ഹൃദയ ഗുഹകളിൽ വസിക്കുന്നവനായതുകൊണ്ട് തന്റെ സന്നിധാനത്തിൽ അവരുടെ ഉള്ളും പുറവും ഒരുപോലെ രമിപ്പിച്ചു. ശരീരം അല്ല, അവരുടെ ഹൃദയം ഉള്ളും പുറവും ഒരുപോലെ രമിപ്പിച്ചു. സാധാരണക്കാർക്ക് അജ്ഞാത സ്വരൂപനായിരിക്കുന്ന ഭഗവാൻ ഗോപികൾക്ക് ജ്ഞാത രൂപനായിട്ടാണ് ഭവിച്ചു. അപ്പൊ എന്തായി? അവരുടെ രതി ഭഗവാനിൽ പര്യവസാനിച്ചു. അതാണ് അവരുടെ ഭാഗ്യം. ഭഗവാൻ അവരെ ഏകകാലത്തിൽ രമിപ്പിക്കുകയും ചെയ്തു. സർവവും ഉപേക്ഷിച്ച് തന്നെ ശരണം പ്രാപിക്കുന്നവരെ താൻ സുഖിപ്പിക്കും എന്നുള്ള ആ പ്രതിജ്ഞ ഭഗവാൻ ഇതേപോലെ സ്പഷ്ടമാക്കി കാണിച്ചു. എല്ലാവരെയും ആനന്ദിപ്പിക്കുന്നത് ശരിക്കും ഭഗവാൻ തന്നെയാണ്. പക്ഷെ അത് അവരെ അറിയണില്ല. നമ്മൾ അതൊന്നും അറിയണില്ല. പുത്രൻ രമിപ്പിച്ചു, ധനം രമിപ്പിച്ചു, വിദ്യ രമിപ്പിച്ചു, ഭാര്യ രമിപ്പിച്ചു, ഭർത്താവ് രമിപ്പിച്ചു എന്നൊക്കെ നമ്മൾ വെറുതെ വിചാരിക്കുന്നതാണ്. ഭഗവാൻ ഭക്തന്മാരാണെങ്കിലോ ഭക്തന്മാര് ഭഗവാനെ മാത്രം കാണുന്നു. അവര് ഭഗവാനിൽ മാത്രം രമിക്കുന്നു.
അപ്പൊ അവരുടെ ഭാര്യമാരും ഭർത്താക്കന്മാരും പുത്രന്മാരും ഗൃഹങ്ങളും ധനങ്ങളും ഒക്കെ സകലവും അവർക്ക് ഭഗവാൻ തന്നെ ആവുകയാണ് ചെയ്യുന്നത്. അപ്പോ അങ്ങനെയുള്ള ഭക്തന്മാര് ഗോപികമാരെന്ന പോലെ ഭഗവാനോട് ചേർന്ന് രമിക്കുന്നവർ തന്നെ. അങ്ങനെയുള്ളവരാണ് ശരിക്കുള്ള ഭക്തന്മാര്. എല്ലാം ഭഗവാനായി കണ്ട് അങ്ങനെ രമിക്കുക. പിന്നെ എനിക്ക് ഈ ആനന്ദം തരുന്നതാണ്, ഈ സന്തോഷം ഭഗവാനാണ്. എല്ലാം ധനം തന്നു, ഗൃഹം തന്നു, ഭാര്യയെ തന്നു, എല്ലാം ഭഗവാൻ തന്നെ എന്ന് വിചാരിക്കുന്ന അങ്ങനെയുള്ളവരാണ് ശരിയായ ഭക്തന്മാര്. എല്ലാം ഉപേക്ഷിച്ച് തന്നെ ശരണം പ്രാപിച്ച ഗോപികളെ പോലെയുള്ളവരെ മാത്രമേ ഭഗവാൻ ആനന്ദിപ്പിക്കുന്നുള്ളൂ. അവർക്ക് മാത്രം ആനന്ദം കൊടുക്കും ഭഗവാൻ. പക്ഷെ തങ്ങളെ ആനന്ദിപ്പിക്കുന്നത് ഭഗവാനാണ് എന്നുള്ള അറിവും അവർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, യഥാർത്ഥ ഭക്തന്മാർക്ക്. അപ്പൊ മാത്രമേ അവരുടെ ഭർത്തൃപുത്ര കളത്രാദി ഭാവബന്ധങ്ങള് നശിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഹേ സംസാര സന്താപ ദഗ്ധന്മാരായ ജീവികളെ, നിങ്ങള് ഗോപികമാരെന്ന പോലെ അഹന്താ മമതാദ്യ അഭിമാനം സർവം ഉപേക്ഷിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ ശരണം പ്രാപിക്കിൻ. അതാണ് ശ്രീ സുഖബ്രഹ്മർഷി പറയണു പരീക്ഷിത് മഹാരാജാവിനോട്, ഹേ രാജശ്രേഷ്ഠ, ആസന്ന മൃത്യുവായിരിക്കുന്ന അങ്ങ് ഈ ഗോപികളെ പോലെ ശ്രീകൃഷ്ണനെ സമാശ്രയിച്ചാലും എന്ന് മഹാരാജാവിനോടും ലോകത്തോടും മുഴുവനും വിളിച്ചു പറയാണ് ശ്രീ സുഖബ്രഹ്മർഷി. അല്ലെ, നമുക്കൊക്കെ വേണ്ടി. അല്ലാണ്ട് ഈ ശ്രീ സുഖബ്രഹ്മർഷി ആസന്ന മൃത്യുവായ പരീക്ഷിച്ചു രാജാവിന്റെ കർമ്മബന്ധത്തെ ഛേദിച്ച് നിത്യ ആനന്ദസ്ഥാനത്തെ പ്രാപിപ്പിക്കാൻ അങ്ങനെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന നിത്യബ്രഹ്മചാരിയായ ശ്രീ സുഖബ്രഹ്മർഷി ഈ പ്രാകൃത രതി ലീല രാജാവിനോട് ഇങ്ങനെ വർണ്ണിക്കും. അങ്ങനെ വർണ്ണിക്കും അദ്ദേഹം. അങ്ങനെ അദ്ദേഹത്തിനെ പോലുള്ള ഒരാള്, അത് ഹൃദയമുള്ള ഏതൊരാളും വിചാരിക്കില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ശ്രീ സുബ്രഹ്മണ്യൻ ഇങ്ങനത്തെ കാര്യങ്ങൾ വിസ്തരിച്ചു പറയൂ സാധാരണ ഒരു രതിയാണെങ്കിൽ. അപ്പോ ഭക്തിയോഗത്തിന്റെ പരമകാഷ്ഠയെ കാണിച്ചിരിക്കുകയാണ് ശ്രീ സുബ്രഹ്മണ്യൻ. കൂടി നമുക്ക് നമ്മുടെ അജ്ഞത മാറ്റി അന്ധകാരങ്ങളെല്ലാം മാറ്റി പ്രകാശത്തിലേക്ക് നമ്മളെ നയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ഭാഗവതത്തിൽ കൂടി. താഭി സമേതാഭി ഉദാരചേഷ്ട പ്രിയേക്ഷണോൽപുല്ലമുഖീഭിരച്യുത ഉദാരഹാസദ്വിജകുന്ദീതിർവ്യരോചൈതൈണാംഗവിവോടുഭിർവൃത. ആ ഗോപികളെ ഭഗവാൻ എങ്ങനെയാണ് രമിപ്പിച്ചതെന്ന് 4 ശ്ലോകങ്ങളെ കൊണ്ട് വർണ്ണിക്കുകയാണ്. പ്രിയനായിട്ടുള്ള ഭഗവാന്റെ കടാക്ഷം ലഭിച്ചപ്പോൾ ചന്ദ്രോദയത്തിൽ ആമ്പൽ പൂക്കളെ പോലെ ഗോപികളുടെ മുഖങ്ങൾ വികസിച്ചു. അവർക്ക് സന്തോഷത്തെ വർദ്ധിപ്പിക്കാനായി ഭഗവാൻ മനോഹരമായി പുഞ്ചിരി ചെയ്തു. കുരുക്കുത്തി മുല്ലമൊട്ടുകൾ എന്ന പോലെ, അങ്ങനെ മുല്ലമൊട്ടുകളെ പോലെ അതിസുന്ദരമാണ് ഭഗവാന്റെ ദന്തങ്ങള്. അപ്പൊ ഭഗവാന്റെ മുഖാന്തർഭാഗങ്ങളിലുള്ള ആ പല്ലുകളുടെ കാന്തിയാകുന്ന ചന്ദ്രിക ഗോപികളുടെ ദേഹത്തിൽ അങ്ങോട്ട് വ്യാപിച്ചു. സൂര്യസന്താപത്താൽ മുകളിതമായിരുന്ന കുമുദം ചന്ദ്രോദയത്തിൽ എന്ന പോലെ ഇത്ര നേരം ശോകഭാരത്താൽ തളർന്നിരുന്ന ഇവരുടെ ഹൃദയം മന്ദഹാസഭംഗി കൊണ്ട് ആഹ്ലാദിച്ചു. തന്റെ ജ്ഞാനാനന്ദാദികളായ ഐശ്വര്യങ്ങളിൽ നിന്ന് തെറ്റാതെയിരിക്കുന്ന ഭഗവാൻ ശ്രീകൃഷ്ണൻ നക്ഷത്രങ്ങളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ചന്ദ്രൻ നിന്ന പോലെ ഗോപികളാൽ ചുറ്റപ്പെട്ടവനായി ശോഭിച്ചു. രോചത ഏണാങ്കൈവോടുഭിർവൃത. അപ്പൊ ഇവിടെ ഗോപികളെ നക്ഷത്രങ്ങളായിട്ടും ഭഗവാനെ ചന്ദ്രനായിട്ടും പറഞ്ഞിരിക്കുന്നു. നക്ഷത്രങ്ങള് പ്രകാശഗോളങ്ങൾ തന്നെ, ചന്ദ്രനും പ്രകാശഗോളമാണ്. എന്നാൽ നക്ഷത്രങ്ങൾ എങ്ങനെയാ? മന്ദമായിട്ട് പ്രകാശിക്കണം. അന്ധകാരത്തെ തീരെ നശിപ്പിക്കാൻ ഈ നക്ഷത്രങ്ങൾക്ക് ശക്തിയില്ല, അല്ലെ? പ്രകർഷേണ ശോഭിക്കുന്ന ചന്ദ്രനോ, ചന്ദ്രന് ആ ശക്തിയുണ്ട് അന്ധകാരത്തെ മുഴുവൻ മാറ്റി. അപ്പൊ ചന്ദ്രൻ ശോഭാസമുദായമാണ്. പ്രകാശരൂപങ്ങളായ നക്ഷത്രങ്ങളുടെ നടുവിൽ പ്രകാശരൂപനായ ചന്ദ്രൻ പ്രകാശിക്കുമ്പോ നക്ഷത്രങ്ങളാൽ ചന്ദ്രനും ചന്ദ്രനാൽ നക്ഷത്രങ്ങളും അഭൂതപൂർവമായ ശോഭയോടുകൂടി വിളങ്ങുന്നു. ഇതുപോലെ ജീവൻ സച്ചിദാനന്ദ സ്വരൂപനാകുന്നു. പക്ഷേ ജീവഗതമായ സച്ചിദാനന്ദാംശം രജോ ഗുണം അധികരിച്ച് ഉപാധി സംബന്ധ നിമിത്തം മന്ദമായി പ്രകാശിക്കുന്നു. സംസാര സന്താപകമാകുന്ന അന്ധകാരത്തെ തീരെ നശിപ്പിക്കാൻ ശക്തിയില്ലാതെ കഷ്ടപ്പെടുന്നു. സമഷ്ടിചേതനമായ ഈശ്വരനും സച്ചിദാനന്ദ സ്വരൂപനാകുന്നു. ഈശ്വരഗതമായ സച്ചിദാനന്ദം ശുദ്ധ സത്വത് സ്വരൂപമായ ഉപാധി നിമിത്തം പൂർണ്ണമായി പ്രകാശിക്കുന്നു. അപ്പൊ അവിടെ സംസാര ചേഷ്ടകളോ അത് നിമിത്തമുള്ള സുഖ ദുഃഖങ്ങളോ ഒന്നുമില്ല. ഇങ്ങനെ ഇരിക്കുന്ന ഈശ്വരനാകുന്ന ചന്ദ്രന്റെ സന്നിധാനത്തിൽ ജീവകോടികളാവുന്ന നക്ഷത്രങ്ങൾ വരുമ്പോ അതുവരെ അവർക്ക് സിദ്ധിക്കാതിരുന്ന ആ സുഖാനുഭവവും അത് നിമിത്തമുള്ള മുഖപ്രസാദവും സന്താപനാശവും
ജീവന്മാർക്ക് അനുഭവപ്പെടുന്നു. അപ്പോ അവര് സത്യസ്വരൂപം എന്താണ് അതറിയണം. ഈ സംഗതി വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നക്ഷത്രങ്ങളെ പോലെ ഗോപികള് ഭഗവാൻ ചന്ദ്രനും ആണെന്ന് ഉപമിച്ച് ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അച്യുതൻ ഇവോ എന്ന് പറഞ്ഞത് മുഖീഭി അച്യുത. അച്യുത എന്നുള്ള വാക്ക് ഇവിടെ പ്രയോഗിച്ചത് ച്യുതിയില്ലാത്തവൻ, ഭ്രംശമില്ല, അതായത് ആ വീഴ്ച ഇല്ല ഭഗവാന്. അപ്പോ സ്വരൂപമായ പരമാനന്ദത്തിൽ നിന്നുള്ള ഭ്രംശം ഇല്ലാത്ത ഭഗവാൻ, അങ്ങനെ കുൽസിത കാമകലാവ്യാപ്തി ഇല്ലാത്ത ഭഗവാൻ ഗോപികളിൽ കരുണയോടുകൂടി അവർക്ക് പരമാനന്ദം നൽകി എന്ന്. അതാണ് അതിന്റെ സാരം. ഉപഗീയമാന ഉൽഗായൻ വനിതാ ശതയൂഥപ മാലാം ബിഭ്രത് വൈജയന്തിം വ്യചരൻ മണ്ഡയൻ വനം. ഭഗവാൻ 110 കോടി ഗോപസ്ത്രീകളെ ചുറ്റും നിർത്തി അവരെ എല്ലാവരെയും ആനന്ദിപ്പിക്കത്തക്ക വിധത്തില് വേണുഗാനം ചെയ്തു. ഭഗവാന്റെ ആ സുന്ദര രൂപത്തെയും ഗാനമാധുര്യത്തെയും വിലാസഭംഗിയെയും കുറിച്ച് ഗോപികള് അങ്ങനെ സമീപത്ത് നിന്ന് ഇങ്ങനെ പുകഴ്ത്ത. എത്ര പറഞ്ഞിട്ട് അവർക്ക് മതിയാവണില്ല. പഞ്ചവർണ്ണങ്ങളുള്ള കാട്ടുപൂക്കൾ കൊണ്ട് കെട്ടിയുണ്ടാക്കിയ വൈജയന്തി എന്നു പേരായ മാല ധരിച്ചിരിക്കുന്നു അസുന്ദര രൂപൻ. ഇങ്ങനെയുള്ള ശതയൂഥനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ വൃന്ദാവനത്തെ അലങ്കരിക്കുന്നവനായിട്ട് 4 ഭാഗത്തും സഞ്ചരിച്ചു. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.